എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തിയുടെ പഴയ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ കാർഡ് തന്നെ പ്രണയമാണ് പറയുന്നത്. രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു സ്നേഹമാണ്. ആ വ്യക്തിയുടെ സ്നേഹം കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. നിങ്ങൾ ആ ഒരു മനസ്സിലാണ്. നിങ്ങളെ ഒരുപാട് ആ വ്യക്തി സ്നേഹിച്ചിരുന്നു. നിങ്ങളത് അനുഭവിച്ചിരുന്നു. നിങ്ങളതിൽ അഹങ്കരിച്ചിരുന്നു. അത് നിങ്ങളുടെ ഒരു പാരമ്പര്യയിലുള്ള സ്വപ്നവുമായിരുന്നു. ആ വ്യക്തി എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചാലും നിങ്ങൾക്ക് മതിയാകില്ല. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പഴയതുപോലെ ആ വ്യക്തിയുടെ സ്നേഹം അതുപോലെ തന്നെ തിരിച്ചു വേണം. കാരണം ആ സ്നേഹം ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായ വിലയൊന്നും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ അത് ലഭിക്കാതെ കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നു. ആ ലഭിച്ചിരുന്ന സ്നേഹത്തിൻ്റെ വില നിങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്. കാരണം അതൊരു വല്ലാത്ത സ്നേഹം തന്നെയാണ്. ആ സ്നേഹം കുറഞ്ഞാൽ നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയില്ല. ആ സ്നേഹം കുറയാതെ നിലനിൽക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ നിലപാടെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ആ സ്നേഹം കുറയുന്നത് ഇഷ്ടമില്ല. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും സ്നേഹമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് സ്നേഹം കുറയുന്നുണ്ടോ എന്നുള്ളത്. ചില സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങൾക്കും ആ വ്യക്തിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. ചില സാഹചര്യങ്ങൾ, കുറേ ഉത്തരവാദിത്തങ്ങൾ, കുറേ പ്രതിസന്ധികൾ, അതിനെല്ലാം തരണം ചെയ്യുമ്പോൾ ജീവിതത്തിൽ സ്നേഹിക്കാൻ വേണ്ടി മാത്രം സമയം അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ സ്നേഹത്തിലെ കുറവുകളല്ല. ജീവിതത്തിലെ വെല്ലുവിളികൾ ആ വ്യക്തിയെ വല്ലാതെ കുഴക്കുന്നുണ്ട്. എവിടെ ചെന്നാലും പ്രശ്നം ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേണം നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ ഇഷ്ടപ്പെടാൻ. അങ്ങനെ പ്രതിസന്ധികൾക്ക് നടുവിൽ ആ വ്യക്തി നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു വെറുപ്പുണ്ടാകുന്നു, ഒരു നിസ്സംഗത ഉണ്ടാകുന്നു, ഒരു മടിയുണ്ടാകുന്നു, അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ അത് നിങ്ങളോടുള്ള പഴയ സ്നേഹം കുറയുന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും കണക്കാക്കേണ്ടതില്ല. അത് ശരിയുമല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളിലേക്ക് ആദ്യം നീട്ടപ്പെടുന്ന കൈ അത് ആ വ്യക്തിയുടേതായിരിക്കും. കാരണം ആ വ്യക്തി മനസ്സാൽ അത് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സാൽ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകുന്നു. നിങ്ങളിപ്പോഴും ആ വ്യക്തി സ്നേഹം കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അറിയാം, ഒരു സഹായത്തിന് വേണ്ടി ആ വ്യക്തി ഉടനെ തന്നെ എത്തും. ആ വ്യക്തി എത്തിയാലേ കാര്യമുള്ളൂ. ആ വ്യക്തി എത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവിടെ ഓടിച്ചെന്ന് തൻ്റെ പരമാവധി സഹായം ചെയ്യുക. അത് നിങ്ങളുടെയും ജീവിതത്തിൽ ഉള്ളതാണ്. അത് എഴുതപ്പെട്ട് വച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെയല്ലാതെ മാറാൻ കഴിയില്ല. അത്രത്തോളം സ്നേഹത്തോടെ നിങ്ങൾ സ്നേഹിക്കുന്നു, അത്രത്തോളം സ്നേഹത്തോടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ വിജയിക്കും. ആ വ്യക്തിയുടെ സ്നേഹം പുതിയതുപോലെ അല്ലെങ്കിൽ പഴയതുപോലെ ലഭിക്കാൻ, പുതിയ കാലഘട്ടത്തിലും പുതിയ സമയങ്ങളിലും ലഭിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. നിങ്ങളെ അതിൽ നിങ്ങളുടെ സർവേഷനും വിജയിപ്പിക്കും. അങ്ങനെ നിങ്ങളുടെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തെ, ആ വ്യക്തിയിൽ നിന്ന് ഉള്ള സ്നേഹത്തെ ഇല്ലാതാക്കാനായിട്ട് ആർക്കും കഴിയുകയുമില്ല. അതങ്ങനെ സംഭവിക്കുകയുമില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. ആ വ്യക്തിയുടെ സ്നേഹം മനസ്സ് നിറച്ച് കിട്ടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ആ സ്നേഹം നിങ്ങളിലേക്ക് എത്തിയിരിക്കും. അതോർത്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളെ അല്ലാതെ ആ വ്യക്തിക്ക് സ്നേഹിക്കാൻ ആരുമില്ല. നിങ്ങൾ ആ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിജയക്കൊടി പാറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ലഭിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയില്ല, നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. ആ വ്യക്തിയെ വഴിതെറ്റിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സത്യം തന്നെയാണ്.
ആ വ്യക്തിയെ വഴിതെറ്റിച്ച് നിങ്ങളോടുള്ള സ്നേഹത്തെ ഇല്ലാതാക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളൊന്നും വിജയിക്കില്ല. നിങ്ങളതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. ആ വഴിതെറ്റിക്കുന്ന ഇതിൽ നിന്ന്, അതായത് അവരുടെയൊക്കെ രൂപം, അവരുടെയൊക്കെ ഉദ്ദേശം എങ്ങനെയെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ വ്യക്തി തിരിച്ച് വരും. നിങ്ങൾ ആ കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുകയും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതിലൊന്നും ഒരു കാര്യവും നിങ്ങൾ ഭയപ്പെടാനില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുകയും ചെയ്യും. ആരൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും, ആരൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാലും അതൊന്നും വിജയിക്കുകയില്ല. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയെ തിരിച്ച് ലഭിക്കുകയും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുകയും ചെയ്യും. അതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ആ സ്നേഹം നിങ്ങൾക്കുള്ളതാണ്. ആ സ്നേഹം നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട. പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ആളുകൾ, പ്രശ്നം ഉണ്ടാക്കുന്നവർ, അവർ വിജയിക്കുകയില്ല. വിജയിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ ആ വ്യക്തിക്ക് കൊടുത്ത കമ്മിറ്റ്മെൻറ്റ് അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് തന്ന കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും. ഒരു വീട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. സമാധാനം ഉണ്ടാവും. നിങ്ങൾക്ക് ധനം സമ്പാദിക്കാനുള്ള സമാധാനം ഉണ്ടാവും. നിങ്ങൾക്കെല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കും. പരസ്പരം ഇരുവർക്കും മാനേജ് ചെയ്യാൻ കഴിയും. ദുരുദ്ദേശങ്ങളില്ലാത്ത പ്യുവറായിട്ടുള്ള ഉദ്ദേശമാണ് നിങ്ങൾക്കുള്ളത്. എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു. ഇപ്പോൾ ഏതെങ്കിലും പ്രതിസന്ധികൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു. സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ആ പ്രതിസന്ധി മാറും. അങ്ങനെ സമാധാനപരമായ പ്രശ്നങ്ങളെല്ലാം മാറി സമാധാനത്തിലേക്ക് നിങ്ങളെത്തും. സമാധാനമാണ് ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അറിയാം, മനസ്സിൻ്റെ സമാധാനമാണ്. പലതരത്തിലും ആ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ആ സമാധാനം നഷ്ടപ്പെടൽ പൂർണ്ണമായി മാറി നിങ്ങൾ പോസിറ്റീവായിട്ടൊരു എനർജിയിലേക്ക് തീർച്ചയായിട്ടും എത്തും. നിങ്ങളുടെ മോശം സമയം അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ളത് നല്ല സമയമാണ്. മോശം സമയത്തിൽ നിങ്ങൾ ഒരുപാട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ തമ്മിലുള്ള സംഘർഷങ്ങളും മറ്റു പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങൾ അതെല്ലാം നിങ്ങൾ റെഡിയാക്കിയിരിക്കുന്നു. അതെല്ലാം നിങ്ങൾ മാറിയിരിക്കുന്നു. ഇനി നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ എല്ലാം തുറന്നു പറയാവുന്ന, എല്ലാം നിങ്ങൾക്ക് ആ വ്യക്തിക്ക് നിങ്ങളും എന്നുള്ള രീതിയിൽ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ കൃത്യമായൊരു ബന്ധം, കൃത്യമായൊരു അടുപ്പം നിങ്ങൾ തമ്മിൽ ഉണ്ടാകുകയും നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.